ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു, വരൻ ഞാൻ തന്നെ. ഇതാണ് ധർമ്മജൻ ബോൾഗാട്ടി ഇട്ട പോസ്റ്റ്. നമുക്ക് ധർമ്മജനും കുടുംബവും കൂടെ ഉണ്ട്. എന്തായിരുന്നു ആ ഒരു കല്യാണ പോസ്റ്റിന് പിന്നിലെ കഥ? അല്ല, എല്ലാവരും രണ്ടാമത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെ. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മക്കളും ഇത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വിഷയം വേണ്ടല്ലോ. ഇനി ഓൺലൈൻ ചാനലുകാർ സിനിമാ താരങ്ങൾ വീണ്ടും കെട്ടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ ഉള്ള എൻ്റെ പേരിൽ ഇത് ഇതിനെ തന്നെ വീണ്ടും കെട്ടി. അതായത് മുമ്പ് കല്യാണം കഴിച്ചു, പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ആ ചടങ്ങ് അങ്ങ് പൂർത്തിയാക്കി. അത് വലിയ കാര്യമാണ്. കാരണം പല കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ ഞങ്ങള് ഒളിച്ചോടി വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്നില്ല, ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ അതൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള, ഞാൻ സമിതിയിൽ അംഗമായിട്ടുള്ളൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയെങ്കിലും അതൊരു പ്രോപ്പർ എവിഡൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്നു, അതിൻ്റെ രേഖ കിട്ടുന്നു. വലിയ കാര്യമാണ്. ഭാവിയിൽ മക്കൾക്കും ഭാര്യയ്ക്കും എനിക്കൊക്കെ വലിയ കാര്യമുള്ള സംഭവമാണ് ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. അത് വളരെ നല്ലതാണ്. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ നമ്മൾ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ ഒരു നമ്മുടെ ഒരു ഇങ്ങനൊരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ഗുരുവായൂർ കല്യാണം കഴിക്കാം, അവിടെ പോയി കല്യാണം കഴിക്കാം, ഒരുപാട് സ്ഥലത്ത് പോയി കല്യാണം കഴിക്കാം. അതിലല്ല കാര്യം. നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എൻ്റെ രേഖകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് 3 സാക്ഷികളും അവരും എല്ലാം കുറേ പേപ്പറുകളിൽ ഒപ്പിട്ടിട്ട് നമ്മൾ വിവാഹം കഴിച്ചത്. 16 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രേഖ ഉണ്ടാക്കുന്നു. എൻ്റെ മൂത്ത മോള് വൈഗ 10ാം ക്ലാസ്സിലാണ്, ഇളയ മോള് വേദ 9ാം ക്ലാസ്സിലാണ്. അപ്പം അവർക്കും നാളെ ഒരിക്കലും ഒരു രേഖാപരമായിട്ടൊരു പ്രശ്നം ഉണ്ടാകരുത്. ഈ പോസ്റ്റിന്റെ അടിയിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അപ്പൊ സദ്യ ഉണ്ടാൻ ഞങ്ങൾ എപ്പോഴാ വരണ്ടേ? സദ്യയൊക്കെ ഉണ്ടായിരുന്നോ? സദ്യയാണ് ഇവള് പറഞ്ഞത്. പക്ഷെ സദ്യക്ക് വരം കുറച്ച് പേരുണ്ടായുള്ളൂ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ. അപ്പൊ അത് അവർക്ക് കുറച്ച് ഫുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞല്ലോ അന്ന് പ്രണയ വിവാഹമാണ്, രണ്ടുപേരും പോയി കല്യാണം കഴിച്ചതാണ്. ഇന്ന് മക്കളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരുടെ മുമ്പിൽ ഒന്നുകൂടി ഒപ്പിട്ടപ്പോ കൈവരച്ചോ? കൈവരച്ചില്ല, സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കൂളായിട്ട് ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ പറ്റില്ല. സത്യം. എനിക്ക് ആദ്യത്തെ കല്യാണത്തിന് ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. രണ്ടാമത്തെ കല്യാണത്തിന് എന്നെക്കാട്ടിയും ഭയങ്കര ഇതായിരുന്നു. എൻ്റെ രാവിലെ തന്നെ ചോദിച്ചു, ഒന്ന് മൂടോട്ടായിട്ടിരിക്കണം എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ മൂടോട്ടില്ല, ഞാൻ കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമല്ലോ. അതിന്റെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. ഇവള് പക്ഷേ സാരി കൊടുത്ത് സെറ്റപ്പെട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നു. പിള്ളേര് രാവിലെ റെഡിയാവുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ സാധാരണ എണീക്കണവരെ എണീറ്റിട്ട് കുളിച്ച് റെഡിയായി അങ്ങനെ നിൽക്കുന്നു. വൈകിയും വേദയും ഒപ്പുണ്ട്. സാധാരണ നമ്മൾ അച്ഛന്റെ അമ്മേന്റെ കല്യാണ ഫോട്ടോ കാണാറാണ് ചെയ്യുക. ഇതിപ്പോ കല്യാണ ഫോട്ടോയിൽ നിങ്ങൾക്കും കൂടി ഉൾപ്പെടുത്തി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ആദ്യമുള്ള കമ്മല അതെ, അച്ഛന്റെ അമ്മേന്റെയും കല്യാണത്തിന് നല്ലോണം ഡ്രസ്സും എല്ലാം എടുത്ത് അടിച്ചു പൊളിച്ചല്ലേ? ലക്കാണ് കല്യാണം, അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കൂടാൻ പറ്റാന്നുള്ളത്. സന്തോഷം. എന്തായിരുന്നു ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തു കൊടുത്താരോ, നിങ്ങളാണോ? എല്ലാവരും തന്നെ എടുത്തതാ. അങ്ങനെയല്ല, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നിങ്ങക്ക് ലക്ക് നിങ്ങൾക്കാണ് ലക്ക്, അച്ഛൻ്റെ അമ്മയുടെയും കല്യാണമൊക്കെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂട്ടുകാരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കൂട്ടുകാരാണ്. അവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ലക്കി ഇതാണ്, മക്കളാണ്. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കൂടാൻ പറ്റുമല്ലോ. പണ്ട് കാരണവരെ പറയില്ലേ നമ്മുടെ എപ്പോഴും ഫോട്ടോ എല്ലാവരുടെയും കാണുമ്പോ അച്ഛന്റെ അമ്മ മര്യാദക്ക് എല്ലാം കഴിച്ചാ പോരാഞ്ഞോ, ഫോട്ടോ കാണായിരുന്നല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. ആ സങ്കടം തീർത്തു. ഇവരെ രണ്ടുപേരും ഉൾപ്പെടുത്തി ഒരു ഫോട്ടോ എടുക്കാൻ അത് ഭയങ്കരമാണ്. അത് മക്കൾക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാല് ഈ കല്യാണം കഴിച്ചവരുടെ തന്നെ ആൽബം ദ്രവിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അതിന് ഞങ്ങൾ പുതിയൊരു ആൽബം ഉണ്ടാക്കിയെടുക്കുന്നു. ഈ കൂട്ടുകാരൊക്കെ ചെലവ് ചോദിച്ചു അച്ഛൻ്റെ അമ്മേന്റെ കല്യാണത്തിന്? എല്ലാരും ചോദിച്ചു. നാളെ കൊടുക്കണം. അതൊരു കുറച്ച് ചെലവ് കൂടി ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഇതിനെക്കാട്ടും വലിയ ചെലവാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങൾ ചെലവ് ചുരുക്കിയിട്ട് ചെയ്തു. കാരണം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, പലർക്ക് പ്രചോദനമാകണം എന്നും കൂടി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം ഇങ്ങനെ ചെയ്ത ആൾക്കാർക്ക് എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ 2000 രൂപ ഒക്കെ ചെലവുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടി വന്നൊരു 5000 രൂപ. പക്ഷെ അതൊരു സെറ്റായിരിക്കും, ഒരു
രേഖയാണല്ലോ. ഒഫീഷ്യൽ രേഖയാണ്. അതുകൊണ്ട് ഞാനതിനൊരു ഇത് പറയുകയാണ്. ചിലർ ചെയ്തിട്ടുണ്ടാവും, ചിലർ ചെയ്യാത്തവരുണ്ടാവും. ഞാനങ്ങനെ വലിയ ആളൊന്നുമല്ല ഇത് പറയാനായിട്ട്. ചെയ്യാത്തവർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഈ പോസ്റ്റ് കണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ച് വിളിച്ച ആരെങ്കിലും ഉണ്ട്? ഇഷ്ടംപോലെ പേരുണ്ട്. ഞാൻ എൻ്റെ വിഷാരുടെ എന്നെ വിളിച്ചു പറഞ്ഞു, നീ ഒന്ന് മര്യാദക്ക് ഒരു പോസ്റ്റ് ഇടും, നീ വീണ്ടും കെട്ടിയാ, ഒളിച്ചോടി പോയാ, വേറെ ആരെങ്കിലും കെട്ടിയാന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ കെട്ടാൻ പോണതിനൊക്കെ മുമ്പ് തന്നെ പറഞ്ഞത്, എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് എല്ലാം തീർന്നു. അതിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വേറെ കെട്ടുന്നു അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ചു എന്നതല്ലോ പറഞ്ഞത്. അതിലെല്ലാം ഉണ്ട്. എന്നിട്ടും അവൻ അത് ശ്രദ്ധിക്കാണ്ട് അവന് കുറെ കോളോനിന്റെ എന്നെ വിളിച്ചതാ. അങ്ങനെ കുറെ പേര് ഡയറക്ടേഴ്സ് മറ്റേത് ആശംസകൾ അറിയിച്ചു. എല്ലാരും വിളികളോട് വിളികളാം. ഇനി രാത്രി വരെ ഒന്ന് തീർക്കണം വിളി. ഒരു കാര്യം വെച്ചിട്ട് അന്ന് ടെൻഷൻ ഉണ്ടായിരിക്കും. രണ്ടുപേരും പ്രണയവിവാഹമാണ്, പോയി കൂട്ടിക്കൊണ്ട് വന്ന എവിടെയോ പറഞ്ഞ ഓർമ്മയുണ്ട്. ഭയങ്കര ടെൻഷനായിരുന്നു. കൂട്ടിക്കൊണ്ട് വന്നു പോയി കഴിച്ചു. കുടുംബത്തിലൊക്കെ കുറച്ച് പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു. ഇന്ന് അതൊക്കെ മാറ്റി വീണ്ടും ഒരു കല്യാണമാണ്. അപ്പൊ അതെല്ലാം തീർന്നു. ഇപ്പൊ ഇവളുടെ ആംഗ്ല പോലീസിലാണ്. അദ്ദേഹം ഈ കല്യാണത്തിൽ പങ്കെടുത്തു. കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കാനുണ്ടായിരുന്നു. എല്ലാത്തിനും ചെറിയ സന്തോഷം ഉണ്ടെങ്കിൽ ചെറിയ സങ്കടം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവളുടെ അച്ഛനും എൻ്റെ അമ്മച്ചിയും ഒന്നും കാണാനില്ല. അപ്പം കാണാൻ ആൾക്കാരില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ 4 പേരാണ് ഈ കുടുംബത്തിൽ ജീവിക്കുന്നത്. നാളെ ഹാപ്പി. ഇപ്പം നാളെ ഈ പിള്ളേർ ആരെങ്കിലും സ്നേഹിച്ചു ചോദിച്ചാൽ ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. നല്ലതാണോ ഇല്ലെന്ന് നോക്കും. നമ്മൾ പറയും. പിള്ളേർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് ജീവിക്കുന്നത്. പിള്ളേർക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്നൊരു അമ്മയും അച്ഛനുമാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അവർ എന്തുണ്ടെങ്കിലും ഒന്ന് പറയാറുമുണ്ട്. അത് വളരെ രാഗത്തോടെ കൈകാര്യം ചെയ്യാറുമുണ്ട്. അന്ന് ഇത്രയും നമുക്ക് തയ്യാറെടുക്കാൻ കൂടി പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ? പെട്ടെന്ന് കല്യാണം നടന്നപ്പോ ഇന്നിപ്പോ അതും കൂടി തീർത്തു. ഇതൊരു ചുരിദാറും ഒരു കയ്യിലൊരു ചെറിയൊരു ബാഗും SSLC സർട്ടിഫിക്കറ്റും അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് റോട്ടിൽ നിന്ന് പെങ്കൊച്ച. അവിടെ നിന്ന് ഒരുപാട് മാറിയില്ല. 16 വർഷം കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷനായി ഇതായി വളർന്നു, ഭയങ്കര വലുതായി. അപ്പം ആള് എല്ലാത്തിനും തയ്യാറാണ്. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് ആശംസ തരാമെന്നോ നിങ്ങൾക്ക് ആശംസകൾ. ഓക്കെ. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഒരു കല്യാണം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മടിക്കണ്ട, ഇത് വേഗം രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നാണ് രണ്ടുപേരും പറയുന്നത്. ക്യാമറമാൻ ശരത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.